മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി ഇപ്പോഴേ അഭിപ്രായങ്ങൾ പുറത്തു വരികയാണ്. നേതാക്കൾ തമ്മിലുള്ള വാക്പോരുകൾ തുടരുകയാണ്. നമ്മുടെ യൂട്യൂബിൽ ഈ വാർത്ത നിരീക്ഷിക്കുന്ന വിജിൻ ബാലകൃഷ്ണമേനോൻ പറയുന്നത് കുഞ്ഞാലിക്കുട്ടി ഉപമുഖ്യമന്ത്രിയാകുമെന്നാണ്. ഇവിടെ മുഖ്യമന്ത്രിയെ ചൊല്ലി തന്നെ തർക്കമാണ്. അപ്പോഴാണ് ഉപമുഖ്യമന്ത്രിയായി മുസ്ലിം ലീഗിൻ്റെ ആൾ വരും എന്നുള്ള അഭിപ്രായങ്ങളും പ്രേക്ഷകർ പറയുന്നത്. നമുക്ക് കൊല്ലത്ത് നിന്നും നമ്മുടെ ഒരു പ്രേക്ഷക ജയ ചേരുന്നു. ശ്രീമതി ജയ, പ്രതികരിക്കാം. നമസ്കാരം. നമസ്കാരം. ഇതിന്റെ ക്യാപ്ഷൻ തന്നെ ശരിയല്ല. കോൺഗ്രസിൽ തലതല്ലൽ, അതിന്റെ മീനിങ് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. കോൺഗ്രസിൽ ഒരു തലതല്ലലും ഇല്ല. അവര് ജയിച്ചു വരുമ്പോ അവര് തീരുമാനിച്ചോളും. ഹൈക്കമാൻഡ് ഒക്കെ ഉണ്ട് തീരുമാനിക്കാൻ. ഈ ജനം ടിവിയിൽ ഇരിക്കുന്ന ആങ്കർ അല്ല അത് തീരുമാനിക്കുന്ന. ദയവേത് ഇങ്ങനത്തെ ക്യാപ്ഷൻ ഇനി മേലിൽ വെക്കരുത്. ഒരു കാര്യം ചോദിച്ചോട്ടെ. കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവ് പ്രൊഫസർ PJ കുര്യൻ പറഞ്ഞത് കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയാൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുമെന്ന് അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പറഞ്ഞു. അതുകൊണ്ടാണ് ഇത്തരം ഒരു ചർച്ച വരുന്നത്. കെ സുധാകരൻ അദ്ദേഹത്തെ കോൺഗ്രസ് പിന്തുണയ്ക്കുന്നു. അദ്ദേഹം പറഞ്ഞത് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്നാണ്. VD സതീശൻ പറഞ്ഞു അങ്ങനെ ആരും തീരുമാനിച്ചിട്ടില്ല. KC വേണുഗോപാൽ പറയുന്നു അക്കാര്യമൊക്കെ ഹൈക്കമാൻഡ് തീരുമാനിക്കും എന്ന് പറയുന്നു. കോൺഗ്രസ് നേതാക്കൾ തമ്മിലാണ് തർക്കം, അല്ലാതെ മാധ്യമപ്രവർത്തകർ കൊണ്ടുവന്നതല്ല മാഡം ഈ തർക്കം. അത് പറഞ്ഞത് ശരി തന്നെയാണ്. പക്ഷേ ഇന്നലത്തോടെ ഈ ഒരു ചർച്ച അവർ പറഞ്ഞ് ഫിനിഷാക്കിയതാ. പിന്നെ ഇന്ന് രാവിലെ വീണ്ടും ഇതെടുത്തിടുമ്പം നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് നല്ലതുപോലെ മനസ്സിലാവും. ഞാനും വിദ്യാഭ്യാസമൊക്കെ ചെയ്തിട്ടുള്ളതും ഞാൻ ന്യൂസ് കാണുന്നതും എല്ലാ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്കിത് മനസ്സിലാവും. പക്ഷെ കോൺഗ്രസിനെ അങ്ങ് നിഷ്കാസനം ചെയ്യാമെന്ന് നിങ്ങൾ വിചാരിക്കേ വേണ്ട. കോൺഗ്രസിനെ നിഷ്കാസനം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ചർച്ചയുടെ തന്നെ ആവശ്യമില്ലല്ലോ. കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയാൽ ആരാണ് മുഖ്യമന്ത്രി എന്നതിനെ ചൊല്ലി ഇപ്പോഴേ നേതാക്കൾ തമ്മിൽ ചർച്ചയായതുകൊണ്ടാണല്ലോ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഈ വിഷയം നമ്മൾ പ്രേക്ഷകരിൽ അങ്ങേപോലുള്ള പ്രേക്ഷകരുടെ അഭിപ്രായം തേടുന്നത്. യെസ്, നമുക്ക് ശ്രീ N ശ്രീകുമാറിലേക്ക് പോകാം. N ശ്രീകുമാർ, ഒരു കാര്യം ചോദിച്ചോട്ടെ. അങ്ങ് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയിൽ ചോദിക്കുകയാണ്. ഈ കോൺഗ്രസ് ആണ് തീരുമാനിക്കുന്നത്, ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്, ദേശീയ നേതൃത്വമാണ് തീരുമാനിക്കുന്നത്. അതൊക്കെ പാർട്ടിയുടെ അവകാശമാണ്. അതൊന്നും ആരും തട്ടിയെടുക്കുന്നില്ല. ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയിൽ ഒരു അഭിപ്രായം ചോദിക്കുകയാണ്. ഈ UDF അല്ലെങ്കിൽ കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയാൽ ആരായിരിക്കും മുഖ്യമന്ത്രി? കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയാൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളത് എനിക്ക് തീരുമാനിക്കാൻ പറ്റില്ല. അല്ല, അങ്ങയുടെ തീരുമാനമല്ല. ആദ്യമേ പറഞ്ഞല്ലോ, അങ്ങയുടെയോ നമ്മളോ അങ്ങയോ ആരുമല്ല തീരുമാനിക്കുന്നത്, പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. ആർക്കാണ് സാധ്യതയാണ് ചോദിച്ചത്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. അങ്ങനെ സാധ്യത എന്ന് പറയാൻ ഇപ്പോ ഒരു മുന്നണിയുടെയോ ഒരു പാർട്ടിയുടെയോ മുഖ്യമന്ത്രി ആരായിരിക്കണമെന്ന് നമുക്ക് ഞാൻ ആ തുടക്കത്തിലേ പറഞ്ഞല്ലോ. സമൂഹത്തിന്റെ മുന്നിൽ രണ്ട് പേരുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒന്ന് VD സതീശനും ഒന്ന് രമേശ് ചെന്നിത്തലയും. ഇതിൽ ആരാണ് മുഖ്യമന്ത്രി ആകണം എന്നുള്ളത് ആ പാർട്ടി തീരുമാനിക്കും. ഈ രണ്ടുപേരാണ് നമ്മുടെ സാധാരണ ഒരു ശരാശരി മനുഷ്യൻ ചിന്തിക്കുന്ന ഈ രണ്ടുപേരുടെ പേരുകളാണ്. അവരിൽ ആരെങ്കിലും ഒരാളെ പാർട്ടി തീരുമാനിക്കുന്നതിന് ആദ്യമേ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ഞാൻ പറഞ്ഞത് ഇപ്പൊ ആ വീട്ടമ്മ സംസാരിച്ച് നിങ്ങൾ നോക്കൂ. ആ കൊല്ലത്തുള്ള ജയാന്ന് എന്തോ പറഞ്ഞത്. അവർ പറഞ്ഞത് എന്താണ്? അവർക്കും അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവർക്കും അറിയാം. അപ്പൊ അവര് പറയണം അവരുടെ മുന്നിൽ ഇപ്പൊ ഒറ്റ മാറ്റമേ ഉള്ളൂ. അധികാരത്തിൽ വരണം ഒരു മുന്നണി. ആ മുന്നണി അധികാരത്തിൽ വന്നാൽ അവർ തീരുമാനിച്ചല്ലോ. ഇത് കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ ഇത്തവണത്തെ പ്രത്യേകത ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഭരണ മാറ്റമാണ്. അതുകൊണ്ടാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ അഭിമുഖങ്ങളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഒരു അജണ്ട ഇതുവരെ ഈ LDF സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴത്തെ അജണ്ട ഈ ഡീൽ എന്ന് പറയുന്ന ഒരു അജണ്ട ഉണ്ടല്ലോ, രാഷ്ട്രീയമായിട്ട് അത് വലിയ ഒരു വിവാദം ഉണ്ടാക്കിയ ഒരു അജണ്ടയാണ്. അത് പ്രതിപക്ഷ നേതാവ് ഒരു ഘട്ടത്തിൽ പറഞ്ഞത് അതിൽ കയറി പിടിച്ചു CPM. നേരെ കുറച്ച് 10 വർഷം ഭരിച്ച ഞങ്ങൾക്ക് ഡീലൊന്നുമല്ല വിഷയം, ഞങ്ങൾക്ക് ഇതാ നേട്ടങ്ങളുണ്ടെന്നല്ലേ അവർ പറയണ്ടേ. അവരുടെ നേട്ടം എന്താന്ന് ചോദിച്ചാൽ അവര് പറയാൻ ആശുപത്രി കെട്ടിടം പണിതു, സ്കൂൾ കെട്ടിടം പണിതു എന്നൊക്കെയാ പറയുന്നേ. നേരെ മറിച്ച് ഒരു ഗവൺമെന്റിന്റെ ഫ്ലാഗ്ഷിപ്പ് പദ്ധതി എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെ ഒരു പദ്ധതി നിങ്ങളുടേതായ ഒരു കയ്യൊപ്പിട്ട പദ്ധതി ഏതാ എന്ന് ചോദിച്ചാൽ അവർക്ക് ഉത്തരവില്ല. അത് നമ്മൾ എടുത്തു കാണിക്കുന്ന ചിലരുണ്ട്. ഇപ്പൊ അച്യുതമേനോന്റെ കാലത്ത് 1,00,000 വീട് പദ്ധതിയുണ്ട്, കാർഷിക സർവകലാശാല സ്ഥാപിച്ചതുണ്ട്, അതുപോലെ 10-60 സ്ഥാപനങ്ങൾ സ്ഥാപിച്ചതുണ്ട്. കരുണാകരന്റെ കാലത്ത് അവർ പറയും നെടുമ്പാശ്ശേരി വിമാനത്താവളമുണ്ട്, ആന്റണിയുടെ കാലത്ത് ബ്രഹ്മോസ് ഉണ്ട്, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വിഴിഞ്ഞമുണ്ട്. നിങ്ങളുടെ കാലത്ത് എന്താണ് ഇതുപോലൊരു പദ്ധതി എന്ന് ചോദിച്ചാൽ അവർ ആദ്യം പറഞ്ഞ കയറിയില്ല. അത് അറിയാമല്ലോ അതിന്റെ അവസ്ഥ. പിന്നെ K4 അതിന്റെ അവസ്ഥ അറിയാമല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും ഓർക്കില്ല. ദൈനംദിന ഭരണത്തില് അതിനൊരു ഒരു മുന്നണിക്ക് നയം വേണ്ട. ദൈനംദിന ഭരണം നിർവഹിക്കുന്ന IAS ഉദ്യോഗസ്ഥന്മാരാ. അവരെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് കൊടുക്കേണ്ടതൊക്കെ കൃത്യമായിട്ട് അവർക്ക് അറിയാം.
അതൊരു ഭരണ നിർവഹണം എക്സിക്യൂട്ട് ചെയ്യുന്ന പരിപാടിയാണ്. രാഷ്ട്രീയ നേതൃത്വത്തിന് ഒരു അജണ്ട ഉണ്ടാകണം. ആ അജണ്ട എന്ന് പറഞ്ഞാൽ ഇവർ കൊണ്ടുവന്ന 2 പദ്ധതി കെയർ ചെയ്യലും KFOണ്, രണ്ടിന്റെ സ്ഥിതി നമുക്കറിയാമല്ലോ. പിന്നെ പറഞ്ഞ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, അതിന്റെ അവസ്ഥ നമുക്കറിയാമല്ലോ. അപ്പൊ ജനങ്ങൾക്ക് മുമ്പിൽ അവർക്ക് വെക്കാനുള്ള പെൻഷൻ കൊടുത്തു എന്ന് പറഞ്ഞു. പെൻഷൻ കൊടുക്കുന്ന നല്ല കാര്യം എല്ലാ ഗവൺമെന്റും ചെയ്തിട്ടുണ്ട്. പെൻഷൻ കൃത്യമായി കൊടുക്കുന്നതാണ് നല്ല കാര്യം. പക്ഷെ കൃത്യമായി കൊടുക്കുന്നില്ല. 3 മാസം 4 മാസം കിട്ടുമ്പോൾ ഒരുമിച്ച് കൊണ്ട് കൊടുക്കുകയാണ്. അവർ ഡിസംബറിൽ ഇതുപോലെ പെൻഷൻ കൂട്ടി 2500 രൂപയാക്കി വർദ്ധിപ്പിച്ചു. അസംബ്ലി മറ്റേ പഞ്ചായത്ത് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് ജനങ്ങളത് വിശ്വസിച്ചില്ല, തോറ്റുപോയില്ലേ, ഭയങ്കരമായിട്ട് തോറ്റുപോയില്ലേ. അപ്പൊ ജനങ്ങൾ വളരെ ബുദ്ധിയുള്ളവരാണ് നമ്മുടെ നാട്ടില്. പഴയ കാലത്തെ പോലെ 57, 67 പോലെ അവരെ പറ്റിക്കാൻ പറ്റില്ല. നേരത്തെ ഇവിടെ സുഹൃത്ത് പറഞ്ഞ പോലെ 8 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഇപ്പൊ 18 വയസ്സായി. ആ 18 വയസ്സാകുന്ന കുട്ടി അവനെ ആഗ്രഹിക്കുന്നത് വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസത്തിൽ ഗവൺമെന്റ് നയം എന്താണ്? ഉന്നത വിദ്യാഭ്യാസ രംഗത്ത്, അതുപോലെ തന്നെ മറ്റേ നമ്മളുടെ വിദേശ സർവകലാശാലകളുടെ കാര്യത്തിൽ, സ്വകാര്യ സർവകലാശാലകളുടെ കാര്യത്തില്, വിദേശ നിക്ഷേപങ്ങളുടെ കാര്യത്തിൽ, ഇതൊക്കെ UDFന്റെ നയം ഉണ്ടായിരുന്നു. ആ നയമാണ് ഇപ്പൊ ഇവരെടുത്തുകൊണ്ടുവരുന്ന അവസാന ഘട്ടത്തിൽ, അല്ലേ? PM-ശ്രീ പദ്ധതി നോക്കൂ. അവരുദ്ദേശിച്ച പദ്ധതിയാണോ PM-ശ്രീ? പക്ഷെ അത് BJPയുടെ പദ്ധതിയാണെങ്കിൽ അവർ ഒപ്പിട്ട് കൊടുത്തു. എന്താ കാര്യം? അവർക്കൊരു അജണ്ടയില്ല. LDFന് അജണ്ട ഉണ്ട്. LDFന് ആകെപ്പാട് അജണ്ട ഭരിക്കണം. എന്തിനാ ഭരിക്കുന്നത് വെച്ചാൽ ഞങ്ങൾക്ക് ഭരിക്കണം, അത് തന്നെ. എന്നാൽ ഒരു PSCയുടെ റാങ്ക് ലിസ്റ്റിൽ ഇപ്പൊ റദ്ദാകാൻ പോവാണ് മറ്റേ പോലീസ് ഉദ്യോഗസ്ഥരുടെ. ഒരു ഇതുമില്ല ഗവൺമെന്റിന്. 25 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുന്ന വന്നിട്ട് എത്ര പേർക്ക് തൊഴിൽ കൊടുത്തവര്? തൊഴിലില്ലായ്മയുടെ പെരുകയാണ്. കണ്ടമാനം തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ കേരളത്തിൽ വരിക. പലരും ബാംഗ്ലൂരും അവിടെയൊക്കെ പോവാണ്. അതാണ് അവസ്ഥ. നമ്മുടെ കേരളത്തിലെ അവസ്ഥ അതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ പൊതുസമൂഹത്തിന്റെ കാര്യം. ഇവിടുത്തെ മറ്റേ ക്രമസമാധാനം നിങ്ങൾ നോക്കൂ. പകലൊക്കെ വന്ന ആളെ കൊല്ലുക, അത് ഒരു മുഖംമൂടിയില്ല, ഒന്നുമില്ല, കൊന്നിട്ട് പോവുക. കുറെ കഴിയുമ്പോൾ പോലീസ് പിടിക്കുക. എന്താ പോലീസ് പിടിച്ചിട്ട് എന്താ കാര്യം? ജയിലിൽ സുഖമായി ജീവിക്കാം. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ഇന്ന് പോലീസിൽ നിന്നും കിട്ടുന്ന ഔദാര്യം നമ്മൾ കാണുന്നുണ്ടല്ലോ. അവരുടെ സ്വാതന്ര്യം ജയിൽ അലവൻസും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു, അതായത് ഇങ്ങനത്തെ ഒരു അവസ്ഥയില് ഭരണമാറ്റം ജനം ആഗ്രഹിക്കുന്നുണ്ട്. അതെ, ഭരണമാറ്റം ആഗ്രഹിക്കുന്നതിനൊപ്പം അവിടുത്തെ പ്രശ്നം എന്താണെന്നുള്ളതും ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ്. അതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ ചർച്ചയാവുന്നത്.